Charging. Your phone disconnected. Charging. Your phone disconnected. Your phone disconnected. ഹലോ വെൽക്കം മൈ ചാനൽ. ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കമൻറ്റ് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കും iOS 14 ചാർജ് കണക്ട് ചെയ്യുമ്പോഴും ചാർജ് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഇത് നമുക്ക് ഓപ്പൺ ഏരിയയിലൊക്കെ ഓപ്പൺ സ്ഥലത്തൊക്കെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതിന് അലാറമായിട്ടും ഓഡിയോ ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫോൺ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലൊക്കെ അലാറം അടിക്കുക, അങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീച്ചറാണ് ഇത്. ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്, പ്രത്യേക ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. iOS 14 അതിന് മുമ്പുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഫീച്ചറുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് നമുക്ക് കമൻറ്റ് നമുക്ക് പറയുന്ന വോയിസോ അല്ലെങ്കിൽ കമൻറ്റോ വരുന്നത് എങ്ങനെയാണുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് ഓപ്ഷനിൽ ഐഫോൺ അവസാനം വരെ കാണുക. iOS 14 രണ്ട് ഓപ്ഷനിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ ഫോണിൽ ഷോർട്ട് കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഓട്ടോ മെൻഷൻ ആണ്, അതിൽ മൈ ഷോർട്ട് കട്ട് ഉണ്ടാവും, ഗാലറി ഉണ്ടാവും, ഓട്ടോ മെൻഷൻ എന്നുള്ള ഈ സെൻറ്ററിലുള്ളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. ഈ പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്താണോ നമുക്ക് അതിൽ കൊടുക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ചാർജറാണ്. ചാർജ് കണക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് കണക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇനി ചാർജ് കണക്റ്റഡ് പ്രസ് ചെയ്യുക, നെക്സ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എന്ത് ആക്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. ആഡ് ആക്ഷൻ. നമ്മളിവിടെ എന്താണ് ആക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ആക്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആക്ഷൻ കൊടുത്ത് നമ്മളിവിടെ കൊടുക്കേണ്ടത് സ്പീക്ക് ടെസ്റ്റ് എന്നാണ്. സ്പീക്ക് ടെസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആക്ഷൻ. എന്നിട്ട് നമ്മളിവിടെ എന്താണ് നമുക്ക് കൊടുക്കേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചാർജർ, ചാർജിങ് എന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് എന്നുള്ളത് പറയും. നമുക്കത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. Charging. Your phone disconnected. Charging. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുക, ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക, ഓട്ടോമേഷൻ എടുക്കുക, ഇവിടെയുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക, ക്രിയേറ്റ് പേഴ്സൺ എടുക്കുക. നമ്മൾ എന്താണോ കൊടുക്കുന്നതെങ്കിൽ അതിന് ചാർജറോ ഡിസ്കണക്റ്ററോ എന്താണെങ്കിൽ അത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്താണ് അതിൻ്റെ ഓപ്ഷന് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ എൻകോഡ് എന്ന് പ്രസ് ചെയ്യുക. എൻകോഡ് ഇവിടെ എൻകോഡ് 64 എൻകോഡ് ബേസ് 64 എൻകോഡ് എന്ന് വരും. അത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഇൻപുട്ട് എന്നുള്ള പ്രസ് ചെയ്യുന്ന കൊടുത്ത് ക്ലിപ്പ് ബോർഡ് കൊടുക്കുക. നെക്സ്റ്റ് കോപ്പി ടു ക്ലിപ്പ് ബോർഡ്. ദാറ്റ് വൺ, കോപ്പി ടു ക്ലിപ്പ് ബോർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ഒരു ഓഡിയോ താങ്ക് യു വെരി മച്ച് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്തെങ്കിലും ഒരു ഓഡിയോ ഇവിടെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓഡിയോ കോപ്പി ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മളിവിടെ വരിക. ഇവിടെ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആ കോപ്പി ചെയ്തത്
ഇവിടെ വരും, കോപ്പി ചെയ്തത് ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് വീണ്ടും അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത് ടെക്സ്റ്റ് എന്നാണ്. ഇവിടെ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുക. ഈ ടെക്സ്റ്റ് ഇവിടെ നമ്മളിവിടുന്ന് പേസ്റ്റ് ചെയ്തെടുത്തല്ലോ, അതിവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ കൊടുക്കേണ്ടത് എൻകോഡ് എന്നാണ്. വീണ്ടും കൊടുക്കുക, എൻകോഡ് കൊടുക്കുക. അവിടെ ഈ എൻകോഡ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീകോഡ് നേടും. ആ ഡീകോഡ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. Thank you. അപ്പോൾ ഇത് സൗണ്ട് കേൾക്കുന്നേക്കാം. Thank you very much. അപ്പോൾ ഇപ്പോൾ ഇത് വർക്കിംഗ് ആയി. ഇനി ഇത് പ്ലേ സൗണ്ട് എന്നുള്ള ഒരു ഇതും കൂടി കൊടുക്കുക, പ്ലേ സൗണ്ട്. പ്ലേ സൗണ്ട് എന്നുള്ളത് അതും കൂടി കൊടുക്കുക. നമ്മൾ പ്ലേ സൗണ്ടും കൊടുത്തു കഴിയുമ്പോൾ Thank you. ഇവിടെ നമുക്കത് Thank you very much. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ആസ്ക് ബിഫോർ എന്നുള്ളത് ഇവിടെ ഓഫ് ചെയ്യുക. ഡോണ്ട് ആസ്ക് എന്ന് കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നേരത്തെ അവിടെ കൊടുത്തിരിക്കുന്ന ആ വോയിസ് നമുക്ക് ഇതിൽ കേൾക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. iOS 14 പുതിയൊരു അപ്ഡേഷനാണിത്. ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.